ഹായ് ഗായ്സ്, എല്ലാവർക്കും ട്രാവൽ ടുഗദറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് UAE ഷാർജ എന്ന സ്ഥലത്തുള്ള ഷാർജ അക്വേറിയമാണ്. ശരിക്കും ഇത് ഇപ്പോൾ ദുബായിൽ വന്ന എല്ലാ ആൾക്കാരും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളാണ് ദുബായ് മോള്, ബുർജ് ഖലീഫ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പക്ഷേ പല ആൾക്കാരും വിട്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഈ ഷാർജ അക്വേറിയം. ഷാർജ അക്വേറിയം സന്ദർശിക്കുവാൻ വേണ്ടി മുതിർന്നവർക്ക് 25 ദിറംസും കുട്ടികൾക്ക് ഫ്രീയുമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് അക്വേറിയത്തിൻ്റെ ഉള്ളിലാണ്. ഇത് കണ്ടു, ഇതിൻ്റെ 3 സൈഡും ഇങ്ങനെ അക്വേറിയം ഉണ്ടാക്കിയിട്ട് നടുക്കൂടെ നമുക്ക് നടക്കാവുന്ന ഒരു പാത അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മുകളിലൂടെ ആയിരക്കണക്കിന് ഫിഷുകൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അതുകൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ ഫുള്ള്, ഈ അക്വേറിയം ഫുള്ള് ശരിക്കും ഒരു കടലിൻ്റെ ഒരു രീതിയിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ നടക്കുന്ന വഴികളെല്ലാം ലൈറ്റിങ് ഒരു ഇരുണ്ട ഷെയ്ഡിൽ കടലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അതിൻ്റെ ഭിത്തികളൊക്കെ വളരെ ഡെക്കറേറ്റീവായിട്ട് വളരെ മനോഹരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സൺഡേ ആണ് വന്നത്. സൺഡേ രാവിലെ ഒരു 8:30 മണിക്ക് ഞാൻ എത്തി. അപ്പോൾ ഇത് ഖാലിയായിട്ട് കിടക്കുക. ഇവിടെ ദുബായിൽ UAE വീക്കെൻഡ് ആണല്ലോ, ഫ്രൈഡേ സാറ്റർഡേ. അപ്പോൾ ആൾക്കാരൊക്കെ വരാൻ പോകുന്ന സമയമാവുന്നുള്ളൂ. അപ്പോൾ ഒരു തിരക്കില്ലാതെ വന്ന് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം സൺഡേ മോർണിംഗ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക. ഇവിടെ ആയിരക്കണക്കിന് ഫിഷുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഓരോരോ ഏരിയ ആയിട്ട് പോയി കവർ ചെയ്യണം. അപ്പോൾ ഓക്കെ ഗായ്സ്, എന്തായാലും എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ കാഴ്ചയിലോട്ട് പോകാം. ഞാൻ വീഡിയോ ചെയ്യാതെ എടുത്ത് പെട്ടെന്ന് നിങ്ങളോട് ആ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. പുറകിലൊരു ബ്ലാക്ക് കളറിലുള്ള വളരെ വലിയൊരു മത്സ്യത്തിനെ പോലെ പെട്ടെന്ന് ഷോക്കായിപ്പോയി. നോക്കാൻ നേരത്തെ ഒരാള് വന്ന് ഇവിടെ ദുബായിലെ ഷാർജയിൽ ഈ അക്വേറിയം ക്ലീൻ ചെയ്യണേ. എന്തായാലും അതൊരു ഒരു കോമഡി ആയിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പേടിച്ചു. പെട്ടെന്ന് തിരിയാൻ നേരത്ത് തലയുടെ മേളിൽ ഒരു വലിയൊരു ഇത്രയും വലിയൊരു മത്സ്യം എന്നുള്ള രീതിയിലാണ് ഞാനത് നോക്കിയത്. എന്തായാലും അത് ശരിക്കും ഒരു മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും അത് അങ്ങനെ ഒരു ചെറിയൊരു കോമഡിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും നമുക്കെല്ലാം കാഴ്ചകളിലോട്ട് ഇങ്ങനെ പോവാം. Let's ignite, dance with me through the night. Baila, baila, sin parar, shake your body, shine like star. Baila, baila, en el mar, keep it going, no queda igual. Glows, every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night.
samples lift the darkness to light. Deep kicks pound like a heartbeat fight. These gritty vibes keep my story in sight. Graffiti on the walls paint the struggle and climb. The clock keeps spinning but I'm owning my time. Words like puzzle pieces fitting tight in the rhyme. Snares punch louder than the city's own chime. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pound like a heartbeat fight. He's veil. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pound like a heartbeat fight. These gritty vibes keep my story in sight. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. City lights flicker where the sinners play preacher. Graffiti scriptures on train cars, a steel messenger. Cobblestone pathways, souls caught in a shuffle. Every breath's a gamble, life's one long scuffle. Sirens kiss the night with their mournful cries. The dreams left for dead, where hope's just a story that the old heads fed. Concrete jungle sermons spilling in the veins. Blood rivers flowing through urban chains. Skyscrapers whisper the secrets they hold. Above and below, the streets stay cold. Clock ticking symphony, danger's baseline. Rats scurry faster, chasing shadowed lifelines. Moonlight hits the metal, chrome sparks glow. Temptation lingers, heavy where the shadows grow. Block wars wage where the cracks reveal scars. Currency exchanged in the shells of old cars. Young kings crowned with crowns made of sin. Pawn shops thrive, dreams locked deep within. Fast hands feed the slow with the devil's grip. Wisdom's just a phantom, those with power skip. Jazz in the back alleys narrates the decay. ഇപ്പോൾ നേരത്തെ നിന്ന ഏരിയയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ മാറിയാണ് വന്നേക്കുന്നത്. കണ്ട ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും കടലിൻ്റെ രീതിയിൽ തന്നെയാണ് അവർ ഇത് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് പവിഴപ്പുറ്റുകളും ഒരിതൊക്കെ. ഈ നമ്മൾ കയറുന്ന മുതൽ ഓരോ ഏരിയയിലും ഇങ്ങനെ ഗ്ലാസ് കൊണ്ടുള്ള ഒരു വഴിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നടക്കാം. പക്ഷേ ഈ ഫിഷുകൾ ഫുൾ ഏരിയ കണക്റ്റഡ് ആണ്. അപ്പോൾ ഫിഷുകൾക്ക് വളരെ മനോഹരമായിട്ടുള്ള ശരിക്കും ഒരു കടൽ പോലെ തന്നെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സാധനം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറയാം. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു പാമ്പിനെ പോലെ ഇരിക്കും. കടലിൻ്റെ ഉള്ളിലെ ഒരു പ്രത്യേകതരം മത്സ്യമാണ്. അതിൻ്റെ പേര് അവിടെ എഴുതി വെക്കാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു മീറ്ററോളം നീളം ഉണ്ടാവും. ശരിക്കും അതൊരു പാമ്പ് വായൊക്കെ തുറക്കണേണ്ട പേടിയാവും. അത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ ആ ഏരിയയിൽ കുറച്ച് ഇങ്ങനെ നൈറ്റ് മോഡിലാണ് അവർ അത് ഇട്ടേക്കുന്നത്. അവിടുത്തെ ഡെക്കറേഷനും പിന്നെ അവിടെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് എന്തോ മെയിൻ്റനൻസിൻ്റെ പണിയൊക്കെ നടക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ വളരെ ഭംഗിയായിട്ടുള്ള ഗ്രീൻ ലൈറ്റൊക്കെ ആയിട്ട് ആ ഏരിയ സെറ്റ് ചെയ്യും. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ആ ഫിഷിനെ കാണാം. ഓക്കെ, അത് ശരിക്കും ഒരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ശരിക്കും 25 ദിറംസ് കൊടുത്ത് ഈ അക്വേറിയത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കണ്ണിനും മനസ്സിനൊക്കെ ഒരു സുഖം നൽകുന്ന കാഴ്ചകൾ കിട്ടുന്നുണ്ട്.
ഇയാളെയാണ് ഞാൻ പറഞ്ഞത് കടലിൻ്റെ ഉള്ളിലെ പാമ്പ് എന്ന് പറഞ്ഞത്. ഇത് കണ്ട, ആര് കണ്ടാലും ഇത് പാമ്പാണെന്നേ ഓർക്കുള്ളൂ. നോക്കി ഇതിൻ്റെ വായൊക്കെ നോക്കി, ഒരു നമ്മൾ കണ്ടാൽ തന്നെ പേടിയാവും. ഈ ഏരിയ ഒരു നൈറ്റ് മോഡ് ആയതുകൊണ്ടാണ് അയാൾ നമുക്കിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഹലോ ട്രാവൽ ടുഗദർ ഉണ്ട് നോക്കി. സംഗതി ശരിക്കും ഒരു പേടിയാണ് മുഖമാണ് ഇയാളുടെ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. അയാൾക്ക് ഉറക്കം വന്നിട്ട് കോട്ടുപോയൊക്കെ പോലെ നമ്മൾ നോക്കിയത്. രാവിലെ വന്നുകൊണ്ട് അയാൾ ഉറക്കം പോയി. ഇത് ശരിക്കും ഇത് ശരിക്കും ഒരു വല്ലാത്തൊരു ഫീലുള്ള ഒരിതാണ്. ഇയാളെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇയാൾ ട്രാവൽ ടുഗദറിന് വേണ്ടി നമ്മൾക്ക് വേണ്ടി ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയാണ്. കണ്ടില്ല, ഇത്ര നേരം ഇയാൾ ഉറങ്ങണമായിരുന്നു. ഇപ്പൊ വീഡിയോ എടുക്കാൻ വന്നു ആക്റ്റീവായി. ചില കോമഡി സീനിലൊക്കെ ഉണ്ടാവും, ആൾക്കാർ ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ഇരിക്കും. പെട്ടെന്ന് സെൽഫി എടുക്കാന്ന് പറയുമ്പോൾ ഒരു ചിരിയും ഇതൊക്കെ വന്ന പോലെ ഇയാൾ ഇത് കണ്ട് ഇവരെല്ലാവരും ഉറക്കമാണ്. രാവിലെ അല്ലേ വന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം ഇതായിരുന്നു. പെട്ടെന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നപ്പോൾ അയാൾ ഒരു ചെറിയൊരു ഷോ കാണിച്ച്, കണ്ടില്ലേ? അല്ലെങ്കിൽ ശരിക്കും നമുക്കത് മിസ്സായാണ്. എന്തായാലും ഇത് സംഗതി 25 ദിറംസ് കൊടുത്ത് ഇവിടെ വരുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. അയാൾ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മളയാളെ വിടൂല, നമ്മളയാൾ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ഫിഷിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയണേ. ഈ നമ്മുടെ ഇതിൽ ഒന്ന് കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് ഇതൊരു ഉപകാരവും. ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഫിഷെന്ന്, ഇതിൻ്റെ പേര് കണ്ടാ. അവൾ ഭയങ്കര പോസിങ്, നമുക്ക് വേണ്ടി തന്നെ പോസ് ചെയ്യുന്ന ആളാണ്. എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം എനിക്കും കാണാൻ പറ്റിയതുള്ളത്. അയാളുടെ ചെറിയ ആളുണ്ട്, ഇയാളാണ് ആ കൂട്ടത്തിൽ ഇത്തിരി വലിയ ആൾ, കണ്ടില്ലേ? ബാക്കിയുള്ളവരൊക്കെ ഇത്തിരി കൂടി ഭയങ്കര കളർഫുൾ, ബ്ലാക്കും യെല്ലോയിഷ് കളറും കൂടി ഇയാളുടെ മൊത്തത്തിൽ എന്തോ ഇയാൾക്ക് പ്രത്യേകത ഉള്ള ഒരാളാണ് ഇയാൾ. ശരിക്കും ഇതിനെ കണ്ട പാമ്പല്ലെന്ന് ആരെങ്കിലും പറയുമോ? ഒറ്റോട്ടത്തിൽ വലിയൊരു പാമ്പിനെ കണ്ടെന്ന് പറയും. ചിലപ്പോൾ ഇനി ഇതൊരു പാമ്പിൻ്റെ കാറ്റഗറിയിൽ വല്ലതും വിടുന്ന ആളാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇവരെയൊക്കെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാം. ഇയാൾ ഇത്തിരി ആക്റ്റീവാണ്. ഇയാളാണ് നമുക്ക് വേണ്ടി ഇന്നത്തെ മെയിൻ നമ്മുടെ ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എൻ്റർടൈൻ ചെയ്യണ ഒരാൾ ഇയാളാണ്. പക്ഷെ ഇവിടുത്തെ ലൈറ്റ് ഒരു നൈറ്റ് മോഡിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇതായിട്ട് കിട്ടുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് അതിൽ ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇത് ശരിക്കും നേരത്തെ എനിക്കും അറിയില്ലായിരുന്നു. ഇത് 2 നിലയുള്ള ഒരു അക്വേറിയമാണ്. ഈ ഏരിയയിലൊക്കെ മെയിൻ്റനൻസ് നടക്കണേ, അല്ലെങ്കിൽ ഗ്രീൻ കളർ ലൈറ്റൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ രാവിലെ വന്നതുകൊണ്ട് ഇതായി ഇത് ഇനിയൊരു വളരെ വളരെ ഒരു അടിപൊളി സാധനം തെറ്റിക്കുക. നോക്കിയേ, ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഇതിന്. എന്തായാലും ഇത് ഈ വീഡിയോ കാണുന്ന പലരും ഇത് കാണാൻ ചാൻസ് ഇല്ല. എന്തായാലും ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. എന്തായാലും ട്രാവൽ ടുഗദർ UAE-യിലൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്നുള്ളത് എനിക്ക് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സെയിം ടൈം ഞാനും ഈ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ആ നീരാളിയുടെ സെയിം ഇതിൻ്റെ സൈഡിലൂടെ ആ ഫിഷുകളും കൂടി പോയി കഴിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ബ്ലാക്കും ബ്ലൂയിഷും യെല്ലോയിഷും ഉള്ള കോമ്പിനേഷൻ, ആ ലൈറ്റിങ്ങും എല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഒരു അടിപൊളി ഒരു കണ്ണിനുള്ള ഒരു ഇതാണ്, ട്രീറ്റാണ്.
ശരിക്കും അതിൻ്റെ തലേക്ക് അനങ്ങണുണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേകതരം ഒരു മത്സ്യത്തിൻ്റെ കാറ്റഗറിയിൽ പെട്ടതാണ്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തലയും ഓരോരോ ബോഡിയുടെ പാർട്സും ഇങ്ങനെ അനങ്ങണുണ്ട്, കണ്ടില്ല? അത് മുകളിലോട്ടും താഴോട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് എന്താണെന്ന് സത്യത്തിൽ എനിക്കും വലിയ പിടിയൊന്നുമില്ല. പക്ഷെ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഫിഷുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇപ്പം നമ്മൾക്ക് കാണാം. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഫിഷ് ഒരു ചെറിയ ഒരു കളിക്കണേക്ക അതിൻ്റെ ഇടയിലൂടെ. ഇവിടെ ഒരു ഫിഷിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോമൺ നെയിം പിക്കാസോ ട്രിഗർ ഫിഷ്. ഇയാളുടെ പേരാണ് പിക്കാസോ ട്രിഗർ. അപ്പോൾ ഇവിടെ ഈ സ്ക്രീൻ കണ്ട, ഈ സ്ക്രീനിൽ ഓരോരോ ഫിഷിൻ്റെ പേരും ഡീറ്റെയിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ പേരാണ് സ്റ്റെല്ലാറ്റെ പഫർ ഫിഷ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അതൊക്കെ കറക്റ്റ് ആണെന്നല്ല. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ അറോത്തൻ സ്റ്റെലാറ്റസ്. ഇയാൾ മാക്സിമം ലെങ്ത് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ പേരാണ് ബോ മൗത്ത് ഗിറ്റർ ഫിഷ്. അയാളുടെ സയൻറ്റിഫിക് നെയിം റീന അക്ലോസ്റ്റമ. ഇയാളുടെ ഡയറ്റ് ഇയാൾ ഭയങ്കര ഇയാളുടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സ്മോൾ ഫിഷ്, ബട്ടർ, ബോട്ടം ക്രസ്റ്റൻസ്, മോളസ്ക്, കുഞ്ഞു മത്സ്യങ്ങളൊക്കെയാണ് ഇയാൾ കഴിക്കുന്നത്. വേണം ഇയാൾക്ക്. ഇയാളുടെ മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ 270 സെൻറ്റിമീറ്ററാണ്. നമുക്ക് അടുത്ത ആളിലോട്ട് പോകാം. ഇയാളുടെ പേരാണ് കൗനോസ്റേ. സയൻറ്റിഫിക് നെയിം ഇന്ന് റിനോപെട്ര ജയക്കാരി. ഇയാളുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ ഇയാളുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്? ഈ ഇങ്ങനത്തെ ഫിഷുകൾ എന്ന് പറഞ്ഞത് ശരിക്കും കടലിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യും. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ട സാൻഡാണെന്നേ തോന്നുള്ളൂ. ഈ ഫിഷിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ 165 സെൻറ്റിമീറ്ററാണ്. അടുത്തതാണ് ഗ്രീൻ ടർട്ടിൽ. നമ്മൾ പച്ച മലയാളത്തിൽ ആമയെന്ന് പറയും. ഇത് ആമയുടെ ചേട്ടനാണ്. ഇയാളെ ലെങ്ത് നോക്കട്ടെ, 120 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇയാളുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞത് 70 വർഷത്തോളം ഈ ആമ ജീവിക്കും എന്നുള്ളതാണ്. കടലിലുള്ള ഗ്രാസ്, ജെല്ലി ഫിഷ് ഇതിനെയൊക്കെയാണ് ഇത് ഭക്ഷിക്കുന്നത്. ഓറഞ്ച് സ്പോട്ടർ ഗ്രൂപ്പർ. സയൻറ്റിഫിക് നെയിം നമുക്ക് കടിച്ചാൽ പറ്റൂല. എപ്പിനോളസ് കൊയോയിഡ്സ്. ഇത്തിരി ടഫാണ്. ഈ ഫിഷ് ജനിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജെൻഡർ മാറ്റാം. ഈ ഫിഷ് കുഞ്ഞായി വരുന്ന സമയത്ത് ഫീമെയിലായിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ അത് മെയിലാവും. അപ്പോൾ അതൊരു ഈ ഫിഷിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. ജനിച്ചു വരുമ്പോൾ ഇത് ശരിക്കും ഫീമെയിലായിട്ടാണ്, ഗേളായിട്ടാണ് വരുന്നത്. കുറേ നാൾ കഴിയുമ്പോൾ ഇയാൾ പോയാവും. അപ്പോൾ അവരുടെ മറ്റേ എന്താ പറയുക, പോപ്പുലേഷനൊന്നും കുറയില്ല എന്നാണ് പറയുന്നത്. അതൊരു ഈ ഒരു ഫിഷിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. അടുത്ത ആളിലോട്ട്. ഇയാളുടെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്ററാണ്. പിക്കാസോ ട്രിഗർ ഫിഷ്. കളർ പാറ്റേൺ ആ പിക്കാസോ ആയിട്ടൊക്കെ മാച്ച് ചെയ്യണതുകൊണ്ടാണ്. ഇങ്ങനെ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ. വലിയ വലുതൊന്നുമല്ല, ഒരു സാധാരണ ആളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഷിൻ്റെ ഒരു സ്റ്റഡിയൊക്കെ ചെറുതായിട്ടൊക്കെ എടുത്തല്ലോ. ഇനി ഇവരെയൊക്കെ നമുക്ക് അക്വേറിയത്തിലൂടെ ഒന്ന് കാണാം. ഇതിൻ്റെ അകത്ത് ഇവരെല്ലാം എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ പിക്കാസോയും സ്റ്റെല്ലാറ്റയും ഒക്കെ ഉണ്ട്. ചില ഫിഷുകളൊക്കെ ഭയങ്കര സ്പീഡിലാണ് പോണെ, ബാക്കിയൊക്കെ അവർ റിലാക്സ് ചെയ്താണ് പോണെ. ചിലവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല,
ഭയങ്കര ബിസിയാണ് അവർ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ സ്പീഡ്. എവിടെ പോണ്? ഇത്ര ധൃതിക്ക് എവിടെ പോയിട്ട് എന്താ ഇതിൻ്റെ അകത്ത് തന്നെ ഇല്ലെന്നാ ചോദിക്കണം വേറെ ഫിഷുകളൊക്കെ. എന്തായാലും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് എല്ലാ ഏരിയയിലും ഉണ്ടായി. ഇതിൻ്റെ അകത്തൊക്കെ വലിയ ചങ്ങലകളും മരങ്ങളും ഒക്കെ പിടിപ്പിച്ച പോലെ ശരിക്കും ഒരു കടലിൻ്റെ ഉള്ളിലെ ഒരു ഫീൽ തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. പല പല വെറൈറ്റിയിലുള്ള ഫിഷുകളും പല കളേഴ്സ്, ഇതൊക്കെ ഓരോരോ നാട്ടിൽ നിന്ന് വന്ന ഡിഫറെൻറ്റ് നാഷണാലിറ്റിയുള്ള ഫിഷുകളാണ് ഇതെല്ലാം. കുറേ അറബ് ഉണ്ട്, കേരളത്തിൽ നിന്നുള്ള ഫിഷുകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഫിഷുകളെല്ലാം ഒക്കെ ഉണ്ടാകും നോക്കാം. എല്ലാ കടലിലെ പല പല ഏരിയയിൽ കൂടിയുള്ള ഫിഷുകളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോവാം. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ വേണ്ടി നമ്മളിപ്പോൾ താഴത്തെ നില കഴിഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ നേരത്ത് കാണുന്ന ഈ അക്വേറിയത്തിൻ്റെ ഈ ഏരിയയുടെ പേരാണ് ഷാർക്ക് ഐലൻഡ് കോറൽ റീഫ്. ഇത് കണ്ട കംപ്ലീറ്റ് കോറലാണ് അതിൻ്റെ അകത്ത്. ഈ കോറലിൽ ഏരിയയിൽ താമസിക്കുന്ന വളരെ സുലഭമായിട്ട് കാണുന്ന ഫിഷുകളാണ്. ഈ കോറൽ എന്ന് പറയുമ്പോൾ ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതാണല്ലോ. അതേപോലെ തന്നെയാണ് കോറൽ പോലെ മനോഹരമാണ് ഈ കോറൽ ഏരിയയിലുള്ള ഫിഷുകളും. നോക്കി അതിൻ്റെ കളറും അതിൻ്റെ ഡിസൈനും ഒക്കെ ഒരു വെറൈറ്റി തന്നെ. ഇയാളൊക്കെ ഉണ്ട് നല്ലൊരു സുന്ദരൻ. സുന്ദരനാണോ സുന്ദരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ക്യൂട്ടല്ലേ. പിന്നെ ഒരു ബ്ലൂയിഷ് കളറൊക്കെ ഉള്ള ഒരു ഫിഷ് ഉണ്ട് ഇവിടെ. ഗ്ലാസ് ഉള്ളതുകൊണ്ട് എവിടെയാണ് ഗ്ലാസ് എന്ന് അറിയില്ല, അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് കൂടി പോയി. നല്ല മനോഹരമായിട്ട് അവർ ആ കടലിൻ്റെ ഒരു ഇത് തന്നെ ഇതാക്കിയിട്ടുണ്ട്. അവിടെ ഒരു മഞ്ഞ കളറിലൊരു ഫിഷ് ഉണ്ട്. ഇവർ രണ്ടുപേരും ആ സൈഡിൽ ഒളിച്ചിരിക്കണേ ക്യാമറ കണ്ടു കഴിഞ്ഞപ്പോൾ. ഇവിടെ താഴെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷുകൾ എല്ലാം മഞ്ഞ വന്നു. ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഒളിച്ചിരിക്കണേന്ന് പറഞ്ഞപ്പോൾ നേരെ ക്യാമറക്ക് മുമ്പിൽ വന്നിട്ട്. അപ്പോൾ ഇതാണ് ഇവിടെ അറബിയിൽ എഴുതി വെച്ചാൽ കണ്ടില്ലേ. ഇത് എഴുതിയേക്കുന്നത് ഇംഗ്ലീഷും ഇതൊക്കെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്. അറബിക്ക് എന്ന് പറയുന്നത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ ഷാർക്ക് എന്നാണ് എഴുതിയത്. ഷാർക്ക് ഐലൻഡ് കോറൽ റീഫ്. എനിക്ക് അറബി എന്ന് അറിയില്ല. ഇത് ഞാൻ അവിടെ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കടലിൻ്റെ ഉള്ളിലുള്ള ഒരു നൈറ്റ് മോഡ് എന്നൊക്കെ പറയുന്നത്. ഈ നൈറ്റ് മോഡിൻ്റെ അകത്ത് ഇവിടെ ഒരു കളർ കൊടുത്തിട്ട് ഒരു ആമനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് കുറച്ച് കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പല പല ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ഈ ഫിഷിനെ നമ്മൾ കയറിയപ്പോൾ കണ്ടായിരുന്നത്. ഞാൻ ആ സമയത്ത് വോയിസ് ഒന്നും ഇട്ടില്ല. ആ വീഡിയോയിൽ ഫസ്റ്റ് ഇതിൻ്റെ ഫിഷുകൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഇയാളാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പിക്കാസോ. അപ്പോൾ എന്തായാലും അവരൊക്കെ ഇങ്ങനെ മതലിൽ വെച്ചിട്ട് പല പല ലൈറ്റുകളൊക്കെ കൊടുത്ത് കടലിൻ്റെ ഇതുണ്ട്. ഇതിൻ്റെ അകം തന്നെ നിങ്ങൾക്ക് കാണാം ഒരു ഫുൾ കടലിൻ്റെ ഉള്ളിൽ ചെന്ന് എങ്ങനെ ഇരിക്കും ആ ഒരു ഫീലാണ്. ലൈറ്റൊന്നും ഇല്ലല്ലോ. ഇവിടെ നമുക്ക് പല പല ഫിഷിൻ്റെ ഈ അക്വേറിയത്തിൻ്റെ ഈ ഏരിയയിലുള്ള ഫിഷ് ഓരോ ഏരിയയിലും ഓരോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡിബ റീഫ് ബോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു അക്വേറിയത്തിൻ്റെ ഈ ഒരു ഏരിയ പേരാണ് ഡിബ റീഫ് ബോൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ട ഇത് മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എങ്കിലും പല പല വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഏരിയയിലും പല പല വെറൈറ്റി ഫിഷുകളാണ്. ഇതിൻ്റെ സൈസൊക്കെ ഇതെല്ലാം ചെറിയ ഫിഷുകളാണ്.
നമ്മൾ കടലിൽ നിന്ന് നോക്കുമ്പോൾ മേളിൽ സൂര്യപ്രകാശമൊക്കെ കാണുന്ന പോലെയാണ്. ഇതിൻ്റെ മേളിലൊരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു അണ്ടർ വാട്ടറൊക്കെ ഡൈവ് ചെയ്ത് കടലിൽ നിന്ന് ചാടി മേളിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഉഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ഫീലാണ് ഇവിടുന്ന് താഴെ നിന്ന് മേളിലോട്ട് നോക്കുമ്പോൾ. കണ്ടില്ല ആ ലൈറ്റൊക്കെ വന്നിട്ട് അവർ നന്നായിട്ട് അത് അവർ ക്രിയേറ്റ് ചെയ്തെന്നുള്ളതാണ്. നമുക്കപ്പോൾ ഈ ഏരിയയിലെ ഫിഷുകളുടെ പേരൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെ വന്ന് ഈ കാണുന്നത് ഏതൊക്കെ ഫിഷാണെന്ന് ഒരു ഐഡിയ എങ്കിലും കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ആ ഫിഷുകളുടെ ഇതിലോട്ട് പോകാം. അപ്പോൾ ഇങ്ങേരുടെ പേരാണ് മോഡൽ ടോബി. ഇയാളാണ് മോഡൽ ടോബി. ഇയാളുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്ന് പറയുന്നത് ഇയാളുടെ പേര് പോലെയല്ല, ആള് ഭീകരനാണ്, ഭീകരൻ. ഇങ്ങേര് ഭയങ്കര വിഷമുള്ള ഫിഷാണ്, മനുഷ്യർക്ക് കഴിക്കാൻ പറ്റില്ല, കഴിച്ചു കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ ഈ ഫിഷിനെ കണ്ടുവച്ചു. ഇയാളുടെ പേരാണ് മോഡൽ ടോബി. ഇയാളുടെ സയൻറ്റിഫിക് നെയിം എന്നൊക്കെ പറയുമ്പോൾ കാന്തിഗാസ്റ്റർ വലന്തി. അപ്പോൾ ഡേഞ്ചറാണ് ആള്. ഓക്കെ, അപ്പോൾ അധികം കളിക്കണ്ട, നമുക്ക് അടുത്ത ഫിഷിലോട്ട് പോകും. വാവ്, ഇയാളെ കാണാൻ നല്ല ക്യൂട്ടാണ്. ഇയാളുടെ പേരാണ് മൂൺ റാസെ. സയൻറ്റിഫിക് നെയിം തലോസമ. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇയാളുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് നോക്കാം. ഇയാളുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞത് മണ്ണിൽ, കടലിൻ്റെ അടിയിൽ ആ മണ്ണിൽ ഇങ്ങനെ ഒളിച്ച് കിടക്കും. അപ്പോൾ മറ്റുള്ള ഇയാളെ കഴിക്കാൻ വരുന്ന ഫിഷുകൾക്കൊന്നും ഇയാളെ പെട്ടെന്ന് കിട്ടില്ല. ഇത് വെരി ആക്റ്റീവ് ഫിഷാണ്, ഭയങ്കര ആക്റ്റീവാണെന്നാണ് ഇയാൾ പറയുന്നത്. നേരെ ലെങ്ത് എന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്റർ ആണ് ഇയാളുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത പോവാം. ഇത് യെല്ലോയിഷ് ആയിട്ട് ഉള്ള ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഇതല്ലേ. ഇയാളുടെ പേരാണ് ബ്ലാക്ക് സ്പോട്ടർ റബ്ബർ സ്ലിപ്പ്. റബ്ബർ ലിപ്പ്, തെറ്റിപ്പോയി. അപ്പോൾ ഇത് ബ്ലാക്ക് സ്പോട്ടർ റബ്ബർ ലിപ്പ് എന്നാണ് ഈ ഫിഷിൻ്റെ പേര്. ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞത് the species is easily distinguishable with from other due to it is very large. ഇതിൻ്റെ ഈ കളറിലുള്ള ഈ പോയിന്റുകളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയണത്. വാവ്, ഇതാണ് നമ്മുടെ ഇയാളുടെ പേരാണ് ഹാക്സ്ബിൽ ടർട്ടിൽ. ആമ, പറക്കുന്ന ആമ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഇതാണ്. ഇയാളുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആമക്ക് 50 വർഷത്തിൽ മേലെ ജീവിക്കാൻ പറ്റും. 14 സെൻറ്റിമീറ്ററോളം വലിപ്പമുണ്ട് ഇതിൻ്റെ. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇത് കണ്ടു. ഇയാളൊന്നുകൂടെ ഓർത്ത് വെച്ചോട്ടെ, മോഡൽ ടോബി, ഡേഞ്ചറസ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടാവും മോഡൽ ടോബിയും എല്ലാം. ഇത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മോഡൽ ടോബിനെയൊക്കെ തപ്പിയെടുക്കായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളത് വീഡിയോ കാണുമ്പോൾ അത് നോക്കിയെടുത്താൽ മതി. ഓക്കെ ഗായ്സ്, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ വേണ്ടി പോകാറുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ സ്റ്റെപ്പുകളെല്ലാം വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റിങ്ങുകൾ കൂടി അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും ഭിത്തികൾ ശരിക്കും ഒരു ബ്ലൂയിഷ് കളറാണ്, കടലിൻ്റെ ഉള്ളിലെ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ട കംപ്ലീറ്റ് റോക്കാണ്. എന്നിട്ട് ഇതെല്ലാം കല്ലൊന്നുമല്ല, അത് ശരിക്കും ഒരു ഇതായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഒരിത് കിട്ടാൻ വേണ്ടി. ഇവിടെ നമ്മൾ പ്രായമുള്ളവർക്കൊക്കെ കയറി വരാൻ വേണ്ടി ലിഫ്റ്റൊക്കെ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ തന്നെ വലിയൊരു ഷാർക്കിനെ അവർ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു റൗണ്ട് വെറുതെ ഇങ്ങനെ നടന്നിട്ട് വാവ്, ക്യൂട്ടി. ഇയാളെ നോക്കിയാൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇങ്ങനത്തെയൊക്കെ ഫിഷുകളെയൊന്നും നമ്മൾ സാധാരണ കാണാൻ ചാൻസസ് കുറവാണ്. സുന്ദരി അല്ലേ, നല്ലൊരു സുന്ദരിയായിട്ടുള്ളൊരു ഫിഷ്. കൊള്ളാം. മറ്റേ സുന്ദരി പെണ്ണ് എന്നുള്ള പാട്ടൊക്കെ അതിന് പറ്റിയൊരു പെണ്ണാണ്.
പെണ്ണാണോ ആണാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനത് ജസ്റ്റ് കണ്ട പോലെ ക്യൂട്ടാണെന്നാണ് ഉദ്ദേശിച്ചത്. ഇയാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇയാൾ കൊള്ളാം. ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ട ആളാണത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ എനിക്ക് ഇഷ്ടമായി. നമുക്ക് ക്യാമറയ്ക്ക് വേണ്ടി ഇത്തിരി നല്ല പോസിങ്ങും നല്ല രീതിയിലൊക്കെ ഇയാൾ നമുക്ക് വേണ്ടി തന്നെ ഇതാകുന്നുണ്ട്. ഇവർ 2 പേരെ ഉള്ളതെന്നാന്ന് തോന്നണം ഇതിൻ്റെ അകത്ത്. 2 3 4 ഉണ്ട്. പക്ഷെ ഇത് കൊള്ളാം. ഇയാളുടെ പേര് എനിക്കറിയില്ല. ചിലപ്പോൾ ഇനി ഫസ്റ്റ് ഫ്ലോറിൽ ഇതേപോലെ കുറേ സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകുമായിരിക്കും. നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് ആകെ ഇവർ 2 പേരാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് റെയർ കാറ്റഗറിയാണ്. 2 അല്ല 3 പേരുണ്ട് ഇത്. അല്ല 1 2 3 കണ്ടില്ല, ഈ 3 പേരേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ സംഗതി തറവാടികളാണ്. ഇത്തിരി കാറ്റഗറി കൂടിയവരാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു ഇതൊക്കെയുണ്ട്. അപ്പോൾ ചെറിയ സിമ്പിളായിട്ട് നമുക്ക് കാണാവുന്ന കുറച്ച് ഫിഷുകളുണ്ട്. ഇതിലൊക്കെ സാധാരണക്കാരാണ്. ഇവർ ഈ ഫിഷിൻ്റെ ഇതായിരുന്നു നമ്മൾ താഴത്തെ ഇതിൽ നിന്ന് കണ്ടത്. ആ തോബി മോളി എന്നൊക്കെ പറഞ്ഞ സ്ക്രീൻ കാണുന്നതിന് മുമ്പ് കണ്ടില്ലേ, ആ അക്വേറിയത്തിൻ്റെ മുകൾ ഭാഗമാണ് നമ്മളത് കണ്ടത്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഏരിയയിലോട്ടൊക്കെ പോവാം. അപ്പോൾ ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഫിഷുകൾ ഇനി അടുത്ത് എവിടെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്തൊക്കെ നല്ല ഇരുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇതാണ്. ഇതിലൊക്കെ കുറേ ഉണ്ട് കണ്ടില്ലേ. മറ്റേ ആ ക്യൂട്ടായിട്ടുള്ള ഫിഷ് ആദ്യം 3 ഉള്ളു. കാര്യം അത്രയും ഇതായിരിക്കുള്ളൂ. അപ്പോൾ അത്രയും റെയർ സ്പീഷീസ് സാധനങ്ങളാകുമ്പോഴാണ് അതിൻ്റെ അവൈലബിലിറ്റി കുറയുന്നത്. ഇത് ശരിക്കും ഇതൊരു നോർമൽ ഒരു അക്വേറിയം പോലത്തെ ഒരു ഇതാണ്. അതുകൊണ്ടാ ഇവിടെ കുട്ടികളൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഗെയിമുണ്ട്. ഈ ഗെയിം പല മോഡുണ്ട്. ഈസി, ടഫ്, ഇൻ്റർമീഡിയറ്റ്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ഈ ഗെയിമിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷിനെ വഴിതെറ്റിപ്പോയൊരു കുഞ്ഞാടാണ് ഈ ഫിഷ്. ഇങ്ങേരെ വീട്ടിലെത്തിക്കണം. അവിടെ വീട്ടിലെ അപ്പനും അമ്മയൊക്കെ കാത്തിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ഭീകരനായിട്ടുള്ളൊരു ഷാർക്കുകൾ ഇങ്ങനെ വന്നുണ്ട്. അപ്പോൾ ഈ ഷാർക്കുകൾക്കൊന്നും കൊടുക്കാണ്ട് ഈ കുഞ്ഞ് ഫിഷിനെ നമ്മൾ ഇങ്ങനെ വീട്ടിൽ കൊണ്ട് ഇതാക്കുക. അപ്പനും അമ്മയൊക്കെ ഫിഷിൻ്റെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇയാളെ എങ്ങനെ നമുക്ക് വീട്ടിലെത്തിക്കാൻ പറ്റുമെന്ന്. നോക്കട്ടെ. നമ്മൾ ഇന്ന് ഇയാളെ വീട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട്. കമോൺ കമോൺ കമോൺ. ഓ നോ 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 നോ. അയ്യോ, എന്താ ആ ഫിഷിനെ അയാൾ തിന്ന്. നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഗെയിമിൻ്റെ പേരാണ് ദ മെയ്സ് ഗെയിം. എന്താ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഫണ്ണാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡൗൺ ബാക്ക് ടു ഹോം സേഫ്ലി ഉണ്ട്. ഈസി, മീഡിയം, ഹാർഡ്. നമ്മൾ ഈസി എടുത്തിട്ടാണ് ഇയാൾ വന്ന് പിടിച്ചത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് സമയമില്ല, വേഗം പോയി ഇത്. ഇതിൽ പുറകു പോകാമല്ലോ. ഓക്കെ, കമോൺ കമോൺ. ഓ നോ 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 നോ. അയ്യോ അയ്യോ അയ്യോ, ഇത് ചെറിയ കളിയല്ല, കുട്ടികൾക്കൊക്കെ പറ്റും. യെസ് 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 യെസ്, വെൽ ഡൺ. ഇങ്ങനെ അമ്മയൊന്നും ഉണ്ടായില്ല കേട്ടാ. 47 പോയിന്റ് എനിക്ക് കിട്ടി. ഓക്കെ ഗായ്സ്, അപ്പോൾ കുട്ടികളായിട്ട് വരുമ്പോൾ അവർക്ക് നല്ലൊരു ഫണ്ണാണ് ഈ ഗെയിം. ഇതാണ് നമ്മുടെ അടുത്ത അക്വേറിയം. ഈ ഫിഷ് കണ്ട ഇതും നല്ല ക്യൂട്ടാണ്. ഒരു കളറിങ്ങൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഇതിൻ്റെ കളറും ഇതൊക്കെ. അപ്പോൾ എന്തായാലും നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളാണ്. അതിൻ്റെ ഇടയിൽ വലുതും ചെറുതുമായിട്ടുള്ള പല പല സൈസുകളുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൂട്ടിന് നമുക്കൊന്ന് ഇത് ചെയ്യാം.
ഇത് ശരിക്കും ഒരു അവർ എന്താ പറയുക, കുറേ മാംഗ്രൂവ് ചെടികൾ, ഈ മറ്റേ കടലിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇതിലുള്ള സൈഡിലൊക്കെയുള്ള കുറേ ചെടികളൊക്കെ ഉണ്ടല്ലോ, ആ ചെടികളുടെ ഒരു ഫീലാണ്. ശരിക്കും വീഡിയോയിൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല, ഇവിടെ ഡാർക്കായിട്ട് ഇരിക്കുന്ന ആ ഒരു ഇത്. ചിലപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഫിഷുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഇത് അത് കണ്ട ഒരു ഞണ്ടാണ് അത്, ഞണ്ട സ്ക്വിഡ് പോലത്തെ ഒരു ഇത് കാണുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഡാർക്ക് മോഡായതുകൊണ്ട്. അവരനങ്ങുന്നുണ്ട് അവിടെ, എന്താ ഇവിടെ ഉണ്ട് ലോബ്സ്റ്റർ പോലത്തെ ഈ കാറ്റഗറിയിലുള്ള ഒരു സാധനം. ഇതിൻ്റെ ഉള്ളിൽ അനങ്ങണ ഉണ്ടല്ലേ. നമ്മൾക്കിട്ട് തന്നെ ക്യാമറക്കിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അകത്തൊരു വലിയൊരു ഇതുണ്ട്, പുറത്തോട്ട് വരുന്നില്ല. ഇവിടെ തൊട്ടടുത്തിരുന്നുണ്ട്. ഇത് കാണാൻ പറ്റുമെന്ന് ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ കൊമ്പൊക്കെ അനങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഒരു ഇതാണ് ഇതൊരു വേറൊരു ടൈപ്പ് ഇതാണ് മാംഗ്രൂവ്സ്. ഈ ചെടികളൊക്കെ ഉള്ള ഏരിയയിലാണ് ഇങ്ങനത്തെ ഫിഷുകളെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇതൊരു കുഞ്ഞു ഫിഷാണ്, കുഞ്ഞു ഫിഷ്. ഇത് കുറച്ചുകൂടെ വലുത്. ഇതും മാംഗ്രൂവ്സ് മരങ്ങളൊക്കെ ഉള്ള ഏരിയയിലാണ് ഇങ്ങനത്തെ ഫിഷുകളെ കൂടുതൽ കാണുന്നത്. ഇത് ചെറിയ ചെറിയ കുറച്ച് ഫിഷുകളൊക്കെ ഉണ്ട്. ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും അക്വേറിയമൊക്കെ കഴിഞ്ഞു, അതായത് ഇങ്ങനത്തെ ഈ മരത്തിൻ്റെ ഇടയിലൊക്കെയുള്ള ഒരു ഫിഷുകളും അങ്ങനത്തെ ഇതൊക്കെ. ഇവിടെ കാണുന്നുണ്ട് സ്റ്റാർ ഫിഷ് ഉണ്ട്. കറക്റ്റ് പേരും ഇതൊക്കെ ഞാൻ നല്ലണ്ട് ഇവിടെ ഇതായിട്ട് കാണാം. നമ്മുടെ വേറൊരാളുണ്ട് ഇവിടെ, തെരണ്ടി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഉണ്ട്. ഇതൊരു ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് കാണുന്ന ഫിഷുകളും ആ തെരണ്ടിയും ഇവിടുത്തെ ഫിഷുകളൊക്കെ ഇത്തിരി ഫ്രണ്ട്ലി ആണ് കേട്ടോ. വീഡിയോ ആയിട്ട് ഞാൻ വരുമ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് അനങ്ങി പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇവർ രണ്ടുപേർക്കും ആ ഒരു ഇതില്ല, ആ ഒരു ഉത്സാഹമില്ല. ഈ തെരണ്ടിയൊക്കെ ഇത്തിരി ആക്റ്റീവാണല്ലോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ കുറച്ച് ഏരിയ. ഇനി നോക്കാം. ഇതും ആ മാംഗ്രോവ്സിൻ്റെ ഇടയിലുള്ള വേറൊരു ടൈപ്പ് ഫിഷാണ്. നമ്മുടെ കൂരിയൊക്കെ പോലെ ഇരിക്കും. എൻ്റെ ചുണ്ടത്തൊക്കെ ഇതൊക്കെ ഉണ്ട്. എനിക്ക് തോന്നണ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആരോ ആണെന്നാ തോന്നുന്നത്. ഹലോ, ഹായ്, ഹേയ്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനലിൽ കേട്ടാ. കണ്ടല്ലേ ഇവരും കണ്ടല്ലേ, നല്ല ഫ്രണ്ട്ലിയാണ് ഇവർ. ശരിക്കും ഈ ഏരിയയിൽ തന്നെ കിടന്ന് കളിക്കണം. ഇവിടെ പോസിങ് ചെയ്യുകയാണ്. ഹേ ഗായ്സ്, ഹലോ ഹലോ. ഓക്കെ, നമുക്ക് അടുത്ത ആൾക്കാരിലോട്ട് പോകാം. ഇവരിത്തിരി ക്യൂട്ടാണ്, ക്യൂട്ടീസ്, ക്യൂട്ടി. ശരിക്കും 25 ദിറംസിന് വളരെ വളരെ വർത്തായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. എന്തായാലും നിങ്ങൾ കാണണം. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും, പക്ഷേ ഇത് കണ്ടില്ലെങ്കിൽ അതൊരു ഇതിലെ ഓരോ ഏരിയയും കാണിച്ചില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ സമയമെടുത്ത് പല സമയമായിട്ട് കാണാം. ഒറ്റയടിക്ക് കാണാൻ പറ്റുന്നവർ അപ്പത്തിൽ കാണാം, അല്ലാത്തവർ സമയമെടുത്ത് കാണുക. വീഡിയോ എന്തായാലും കാണണം. ഇത് ഓരോ ഏരിയയിലും ഡിഫറെൻറ്റ് ഇതൊക്കെ ഉണ്ട്. അത് ചെറിയ സമയം കൊണ്ട് കാണിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടില്ല. പിന്നെ നൈറ്റ് മോഡാണ് ഇതിൻ്റെ അകത്ത് ഫുള്ള്. അപ്പോൾ നൈറ്റ് മോഡ് ആകുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നമുക്ക് കാണാനൊക്കെ. പകൽ കാണുന്ന അത്രയും ആ ഒരു ഇതിൽ കാണാൻ
സാധിക്കില്ല. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ഇങ്ങനെ ഇരിക്കും. ഫസ്റ്റ് ഫ്ലോറിൽ കയറി വന്നപ്പോൾ റിയലി വർത്തായിട്ടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ക്യൂട്ടി ഫിഷ് ആയിരുന്നു. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല. അത് ആരോഗ്യം ഇവിടെ ഒരു വലിയൊരു സ്വിമ്മിങ് പൂള് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഇത് ശരിക്കും അതിൻ്റെ അകത്ത് ഇത് ശരിക്കും ഒരു നമ്മളെ വലിയൊരു ടാങ്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ പവിഴക്കുറ്റികൾ പോലെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കരമായ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. വേണ്ട ഫോണ് കൂട്ടുണ്ട. ഇങ്ങനെ ശരിക്കും നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പോയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ പോയി ഇല്ലല്ലോ. അപ്പോൾ സൈഡിൽ ഈ സൈഡിൽ ബ്ലൂ ഇതാണ് കടലിന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ അറ്റത്ത് വന്നപ്പോൾ സൂര്യൻ ഉദിച്ചു വരിക ഉണ്ടല്ലേ. കടലിൽ നിന്ന് ഇങ്ങനെ സൂര്യൻ വന്ന് ആകാശത്തിൻ്റെ കളറൊക്കെ മാറി 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 ഇങ്ങനെ വന്ന് വീണ്ടും കടലിലോട്ട് നമ്മൾ കയറി. ഇത് ഈ ശരിക്കും നമ്മുടെ ഒരു വലിയൊരു ടാങ്ക് അത് ഇതായിരിക്കുക. ഇവിടെ ഇതാകരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫിഷിനെ. പക്ഷെ നമുക്കിവിടെ കൈയിട്ട് കഴിഞ്ഞാൽ ഫിഷ് വന്ന് നമ്മൾ ഒരു കൈക്കൊക്കെ ഒരു കടിയൊക്കെ തന്നിട്ട് പോകുന്നതാണ് പറയുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ഫിഷിൻ്റെ കടി, ഫിഷിൻ്റെ ഒരു ഇതൊക്കെ ചെയ്യുക, ഫിഷിൻ്റെ സ്പർശനം കേൾക്കുക എന്നുള്ള ഒരു ഇവിടെ ഇതുണ്ട്. പിന്നെ ഇവിടെ നിറച്ച് സെക്യൂരിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് ആ സ്പർശനം കേൾക്കാൻ ഇതിൽ ഇവിടെ നോക്കി വലിയ ഒരാൾ ക്യാമറ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് മര്യാദയ്ക്ക് ഇട്ടേക്കിട്ടോ, അല്ലെങ്കിൽ ഈ ക്യാമറ അവരെടുക്കും ഫിഷ് ചെയ്ത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പേടിച്ചു ഒരാൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ. ആ സെയിം സിറ്റുവേഷനാണ്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതേ കാല് ഇങ്ങനെ വെക്കാൻ പോയിട്ട് ഞെട്ടിപ്പോയി. ഞാൻ വെള്ളത്തിൽ വീണത്. ശരിക്കും നടക്കണതിൻ്റെ മേളിലൊരു ഗ്ലാസ് പാനലാണ്. ശരിക്കും ഇത് നമ്മൾ ഈ കാഴ്ച കൊണ്ട് പോണപ്പോൾ ആൾക്കാരെ എല്ലാവരും ഒന്ന് പേടിച്ചു. ഞാൻ ശരിക്കും പേടിച്ചു, ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. പേടിച്ചെന്നല്ല, എൻ്റെ കറക്റ്റ് വേണമെന്ന് ഞെട്ടിപ്പോയി. വെള്ളത്തിൽ വീണോന്ന് ഓർത്ത്. അപ്പോൾ ഇതാണ് ഈ ഏരിയയിലെ ടാങ്ക്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഇയാള് ഭീകരനാണ്, ഭീകരൻ. സൂര്യൻ ഉദിച്ച് വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ താഴേന്ന് കണ്ട ഏരിയയാണ്. കണ്ടില്ലേ, ഈ അക്വേറിയത്തിൻ്റെ ഈ വശങ്ങളാണ് നമ്മൾ താഴേന്ന് കണ്ടത് കംപ്ലീറ്റ്. ഇതൊക്കെയാണ് ഗ്ലാസ് പാനലിലൂടെ നമ്മളിങ്ങനെ കണ്ട ഏരിയ. Your journey continues. ഓരോരോ മറൈൻ എക്വിപ്മെൻറ്റ്സ്, ഓരോരോ വലകൾ, ഓരോരോ ഫിഷിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെ ഈ കപ്പലെ ഇതായി കിടക്കുന്ന കടലിൻ്റെ അടിയിലുള്ള ആ ഒരു ഐറ്റംസ്, കടലിൻ്റെ അടിയിൽ നിന്നൊക്കെ പണ്ട് കിട്ടിയ സാധനങ്ങൾ. ഇവിടെ ശരിക്കും നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ്. ഈ ഒരു ബലൂൺ ചുമ്മാ അങ്ങോട്ട് പൊക്കി വിടരുതെന്ന് പറഞ്ഞാൽ, നെവർ റിലീസ് എ ബലൂൺ, റെഡ്യൂസ് എനർജി യൂസ്.
അനാവശ്യമായിട്ടുള്ള എനർജി ഇതൊക്കെ വേസ്റ്റ് ചെയ്യുക. ഗോ ഗ്രീൻ. അതുപോലെ തന്നെ എന്താ പറയുക, നോ പ്ലാസ്റ്റിക് ബാഗ്സ്. പ്ലാസ്റ്റിക് ബാഗുകളൊന്നും യൂസ് ചെയ്യരുത്. കാര്യം ആൾക്കാരൊക്കെ പ്ലാസ്റ്റിക് ബാഗൊക്കെ യൂസ് ചെയ്ത് കടലിലൊക്കെ ഇടുമ്പോൾ അത് ഈ ഫിഷുകളുടെ ഇതിലൊക്കെ ആവും. പിന്നെ അനാവശ്യമായിട്ട് വേസ്റ്റുകളൊക്കെ പുറത്തുക. ഗോ ഗ്രീൻ എന്നുള്ള ഒരു മറൈൻ എൻവയറമെൻറ്റിന് പറ്റിയ ഒരു നല്ലൊരു മെസ്സേജാണ് അവർ തന്നിരിക്കുന്നത്. ഇത് ശരിക്കും കടലിൻ്റെ അടിയിലെ ഒരു സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇവിടെയൊക്കെ ഇങ്ങനെയായിരിക്കും കടലിൻ്റെ അടിയിൽ ഓരോരോ അവസ്ഥകൾ എന്നാണ് അവർ കാണിച്ചു തരുന്നത്. വലകൾ ഇതുമായിട്ട് ഇത് ഇവിടുത്തെ ശരിക്കും ഒരു ഫുഡ് കോർട്ട് പോലെ വന്ന ആൾക്കാർക്ക് ചെറിയ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ. ഇത് ഈ സൈഡിലൊക്കെ കുറേ ലിറ്റിൽ ഹീറോ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഗെയിമുകളൊക്കെയാണ് കണ്ടില്ലേ. ഓരോരോ ഇതുണ്ട്. പിന്നെ ഓരോ കടലിൻ്റെ ഓരോ ഇതും അവർ കാണിച്ചു തരുന്നതാണ്. ഈ കടലിൻ്റെ അടിയിലുള്ള വേസ്റ്റുകൾ, പിന്നെ അത് ക്ലീൻ ചെയ്യണതും, പിന്നെ എന്താ കടലിൽ നിന്ന് വേസ്റ്റൊക്കെ എടുത്ത് അവർ ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ. പിന്നെ നമുക്ക് ഓരോ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സൊക്കെ ഇതിൻ്റെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇത് കോഫി ഷോപ്പ്, ടോയ്ലറ്റ് ഇതെല്ലാമാണ്. ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഷാർജ അക്വേറിയം. അതിൻ്റെ മെയിൻ ഏരിയ കഴിഞ്ഞു. നമ്മളിപ്പോൾ അതിൻ്റെ കോഫി ഷോപ്പ് ഏരിയയിലൊക്കെ വന്ന് നല്ല മനോഹരമായിട്ടുള്ള കോഫി ഷോപ്പും ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു നല്ല ഒരു സീ വ്യൂ ആയിട്ടുള്ള ഒരു ഏരിയയൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇവിടെ ഒരു പാർക്കൊക്കെ, ഒരു പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ സമ്മറാണ് എങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റും. ഇതൊരു ഔട്ട്ഡോർ ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ചൂടാണ്. നല്ല 1.5 അക്വേറിയമാണ് നമ്മൾ കണ്ടത്. അക്വേറിയം കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു മ്യൂസിയമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലേ പോകാം. ഇവിടെയും ഉണ്ട് കുട്ടികൾക്ക് ഹംഗ്രി ഫിഷ്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗെയിം ആയിട്ടുള്ളത്. ടച്ച് എനിവേർ ടു സ്റ്റാർട്ട്. ഞാൻ കുട്ടിയല്ലാത്തതുകൊണ്ട് കളിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാഴ്ചകളോട്ട് പോകാം. ഈ 2 സൈഡും ഭിത്തിയുടെ ഇത് കണ്ടില്ലേ, നല്ല ഗ്ലാസ് പാനലും. ഷാർജ അക്വേറിയത്തിൻ്റെ ഒരു പെനി പ്രസ് സൊവനീർ എന്ന് പറയും. ശരിക്കും ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഇവിടുത്തെ എത്ര പൈസയാണ്, പൈസ ഇട്ട് കഴിഞ്ഞാൽ 10 ദിറംസ് ഉണ്ട്. ദുബായിലെ 10 ദിറംസ് ഇട്ടിട്ട് ഇങ്ങനെ കറക്കി ഇത് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്നൊരു പെനി കിട്ടും. ഒരു നല്ല പല ഇത്, അത് ഷാർക്കിൻ്റെ ആകാം, ഇതിൻ്റെ ഷാർക്ക്, ആമ, സീ ടർട്ടിൽ, അങ്ങനെ ഓരോന്നിൻ്റെ ഇതാണ് ആ പെനി ഉണ്ട്. ഇത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. 10 ദിറംസേ ഉള്ളൂ. ഇതിലിട്ടിട്ട് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. ഉണ്ടല്ലേ, അതിപ്പോൾ ദുബായിയുടെ ഓരോ ഏരിയയിലും ഇങ്ങനെ ഇതുണ്ട്. ഷാർജ അക്വേറിയം പെനി പ്രസ് സൊവനീർ. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഷാർജ അക്വേറിയത്തിൻ്റെ പെനി പ്രസ് സൊവനീർ. ഇതിൻ്റെ അകത്ത് പറയുന്നത് വീല് ഇത് ചെയ്യണം, നമ്മൾ ക്യാഷോ കാർഡ് ഇടുക, അത് ഇത് ചെയ്തിട്ട് നോക്കാം നമുക്ക് എങ്ങനെ വരുമെന്ന്. അപ്പോൾ എന്തായാലും ഇതാണ് ദുബായിലെ 10 ദിറംസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഒരു 230ഓളം രൂപ വരും. അപ്പോൾ നമ്മൾ ഇതിൽ പൈസ ഇട്ട് ഇതിൽ നിന്ന് പെനി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ പൈസ ഇട്ട് പൈസ പോയി, അതിൻ്റെ അകത്തോട്ട് പൈസ പോയി. താങ്ക് യു. പ്ലീസ് ടേൺ ദ വീൽ. ഓക്കെ, വീല് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഇങ്ങനെ ഇറങ്ങി കിട്ടിയില്ല, പോയാ പൈസ പോയി. എനിക്ക് കിട്ടി ഷാർജയിലെ അക്വേറിയത്തിലെ പെനി. ഇതുണ്ട് ടർട്ടിൽ. ഇതാണ് ഇതിൻ്റെ ഇത് കണ്ടില്ലേ.
ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഷാർജ അക്വേറിയത്തിൽ വരുന്നവർ 10 ദിറംസ് കൊടുത്ത് ഇതിൽ നിന്നും ഈ പെനി എടുക്കാവുന്നതാണ്. നല്ല ക്യൂട്ടാണ്, വീട്ടിലൊക്കെ ഒരു ഓർമ്മക്കായിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകാം. ഇത് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും താഴോട്ട് എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. ഇതിൻ്റെ അകത്തുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടമായ ഈ അക്വേറിയം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട്. ഇതൊക്കെ വാങ്ങാം. അങ്ങനെ നമ്മുടെ അസ്സലാമു അലൈക്കും. ഇതാണ് ഷാർജയിലെ അക്വേറിയത്തിൻ്റെ ഒരു ഷോപ്പാണിത്. ഇവിടെ ഫണ്ണായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം. വേണ്ട നല്ലൊരു മിററുണ്ട്, ഷെല്ലൊക്കെ കൊണ്ടുണ്ടാക്കിയ. പിന്നെ അതുകൂടാണ്ട് ഇതെല്ലാം നമുക്കിവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഷാർജ അക്വേറിയത്തിൻ്റെ എക്സിറ്റാണ് കാണുന്നത്. അല്ല, നമ്മളപ്പോൾ അക്വേറിയം കഴിഞ്ഞു, നമ്മളെ ഈ അക്വേറിയത്തിലെ കാഴ്ചകൾ കഴിഞ്ഞു. ഇനി